ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പഴം വെച്ചിട്ട് ഒരു ഇലയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് ഈ 2 പഴവും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. ചെറുതാക്കി അരിഞ്ഞിടാം. ഇനി 3 ഏലക്ക തൊണ്ട് കളഞ്ഞത് അതിൻ്റെ കുരു നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പഞ്ചസാരയും അരിപ്പൊടിയും പഴവും തേങ്ങയും എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ബെല്ലം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട്ടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണേ. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മധുരത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും അതും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുകയുടെ ഇലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില എടുക്കാം. പക്ഷെ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ കറുകയുടെ ഇല എടുക്കണേ. ഇനി കുറച്ച് മാവ് എടുത്ത് ഇലയിലിട്ട് പരത്തി നമുക്ക് വേവിച്ചെടുക്കാം. മാവ് ലൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ദേ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇവിടെ ഞാൻ എല്ലാം പരത്തി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ദേ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാനിവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഹായ്, എന്താ മണം! ആ കറുകയുടെ ഇലയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതുപോലെ നമുക്കിത് ഇനി കഴിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഞാൻ വേറെ പറയാം. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ പഴം അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് നല്ലൊരു മണം കേട്ടോ. ആ കറുകയുടെ ഒരു ഇലയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പീസ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ചൂട്ടോടെ തന്നെ ഇത് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.